ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം CACB എക്സാമുകൾക്ക് ഒന്നോ രണ്ടോ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലേ. അത് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നിന്ന് വരാറുണ്ട്, അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. When claims are admitted by the insurer is only a part of the total loss suffered, then the claim admitted be shown in option A debit side of P&L account, option B credit side of trading account, option C asset side of balance sheet, option D liability side of balance sheet. ഈ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്നോർമൽ ലോസിന്റെ കേസാണ് അല്ലേ. അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണ്. ഒന്നെങ്കിൽ തെഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഫയർ വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗുഡ്സ് നശിച്ചു പോവുകയാണ്. ഈ ഒരു കേസിൽ എന്താണ്, ഇൻഷുറൻസ് കമ്പനി ഒരു പാർട്ട് മാത്രം, നമുക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടത്തിന്റെ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, ക്ലെയിം അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കേസിൽ ആ ക്ലെയിം അഡ്മിറ്റ് ചെയ്ത എമൗണ്ട് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ചെയ്യാത്ത നമുക്ക് നഷ്ടം സംഭവിച്ച എമൗണ്ട് എവിടെ കാണിക്കണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അബ്നോർമൽ ലോസ് പൊതുവെ എവിടെയായിരിക്കും തരിക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പുറത്ത് ഒരു നോട്ടായിട്ടായിരിക്കും തരിക. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തരുന്ന കൂട്ടത്തിലായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു അബ്നോർമൽ ലോസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എവിടേക്ക് എടുക്കണം? രണ്ടെടുത്തെടുക്കണം അല്ലേ. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പോകാം. നമുക്ക് ഒരു 10,000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്താണ്, പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആണ്. 10,000 രൂപയുടെ ഗുഡ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ 10,000 രൂപയുടെ ഗുഡ്സ് എന്ത് ചെയ്തു, മോഷണം പോയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ 10,000 രൂപയുടെ ഗുഡ്സ് കുറയേണ്ടതാണ് അല്ലേ. 10,000 രൂപയുടെ ഗുഡ്സ് കുറയണം. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻഷുറൻസ് കമ്പനി ചെന്നിട്ട് നമ്മുടെ ഗുഡ്സ് മോഷണം പോയ കാര്യം പറയുന്നു. അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നു അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 7,000 രൂപ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറയുന്നു. ബാക്കി 3,000 രൂപ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസിൽ 10,000 രൂപ നമ്മൾ ഇവിടെ കാണിക്കണം, 7,000 രൂപ ഇവിടെ കാണിക്കണം, 3,000 രൂപ ഇവിടെ കാണിക്കണം. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാം, മാറി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പം ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യമേ തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. എന്താണ് കാണിക്കുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പർച്ചേസ് ചെയ്ത 10,000 രൂപയുടെ ഗുഡ്സ് ഉണ്ട് അല്ലെ. 10,000 രൂപയുടെ ഗുഡ്സ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ആ 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്ത എമൗണ്ട് എന്ന് പറയുമ്പോൾ 7,000 രൂപ എന്താണ്, ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ ഒരു 3,000 രൂപ എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. നഷ്ടത്തെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ നഷ്ടങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നഷ്ടങ്ങളെ കാണിക്കുന്നത്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ എന്നല്ലേ പറയാം. അപ്പൊ നമ്മൾ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആ നഷ്ടം വന്നിരിക്കുന്ന 3,000 രൂപ നമ്മൾ കാണിക്കും. 3,000 രൂപ നമ്മൾ അവിടെ കാണിക്കുന്നു. ഇനി ബാക്കിയുള്ള 7,000 റുപ്പീസ് നമ്മൾ ഇവിടെ കാണിക്കും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ സി, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റിമെയിൻ ഫിക്സഡ്, ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് സെയിൽസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതെന്ത് ചെയ്യും, വേരി ചെയ്യുന്ന കോസ്റ്റ് ആണ് അല്ലെ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വേരി ചെയ്യുന്ന കോസ്റ്റ് ആണ്. അത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും വേരി ചെയ്യുക? ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് അല്ലെ. അപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പെർ യൂണിറ്റ് എന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം പെർ യൂണിറ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഔട്ട്പുട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലാണ് ഒരു വേരിയേഷൻസ് ഉണ്ടാവുക. അതായത് നമുക്ക് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഉദാഹരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്താണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പം ഇലക്ട്രിസിറ്റി ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പം ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണമാണ് റെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പം നമുക്ക് റെന്റ് നമ്മളൊരു 1,000 രൂപ എല്ലാ മാസവും റെന്റ് കൊടുക്കുന്നതാണ്. അത് നമ്മൾ എന്താണ്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെന്റ് കൊടുക്കേണ്ടതാണ്.
എന്നാൽ വേരിയബിൾ കോസ്റ്റ് നമ്മളിപ്പം റോ മെറ്റീരിയൽസ് വാങ്ങണം അല്ലേ. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെരുപ്പാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ റബ്ബർ നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെരുപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ട്, മാറ്റം വരും. ശരിയല്ലേ? ഇപ്പം 1000 ചെരുപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായ റബ്ബർ അല്ല നമുക്ക് 10,000 ചെരുപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഓൾവേസ് നമ്മൾ ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പെർ യൂണിറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്, ആ ഒരു കേസിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് തുടരും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത് ടോട്ടൽ കോസ്റ്റ്. അപ്പം വേരിയബിൾ കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു കേസിൽ തന്നെ എടുക്കുക. 1000 രൂപയാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, 1000 രൂപയാണ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു കേസിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ ആദ്യമേ നോക്കിയാണ്. ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചാർജ് ചെയ്യുക അല്ലേ. അപ്പം 1000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100 എന്ന് കിട്ടും. അടുത്തതിലേക്ക് നോക്കി പോകുമ്പോൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ഈ ഒരു കേസിൽ ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വേരി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് 100 രൂപയായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കേസിൽ എത്രയാണ്, 10 രൂപയാണ് അല്ലേ. അപ്പം ഇവിടെ അത് വേരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇതിൽ പെർ യൂണിറ്റിൽ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഉദാഹരണത്തിന് എടുക്കുന്നത് എന്താണ്, ഒരു ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റബ്ബറിൻ്റെ രൂപ എന്ന് പറയുന്നത് 100 രൂപയാണ് എന്നെടുക്കുക. 100 രൂപയാണെന്ന് എടുക്കുക. ഒരു ചെരുപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ്, 100 രൂപ വരും. അപ്പം 10 ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്രയാണ്, 1000 രൂപ വരും. അപ്പം ഒരു 100 ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര വരും, 10,000 രൂപയും വരും. അപ്പം നമുക്ക് എന്താണ്, ഒരു പെർ യൂണിറ്റിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ 10,000നെ 10 കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10,000നെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 1000ഉം 10,000ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിലാണ് നമ്മൾ കേസ് 1 ആണ് ആദ്യം ചെയ്യുന്നത്. കേസ് 1ലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1000 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും, 100 കിട്ടും അല്ലേ. കേസ് 2ൽ നമുക്ക് എത്രയാണ്, നമ്മുടെ വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 10,000 ആണ്. ആ 10,000നെ അതിൻ്റെ ഔട്ട്പുട്ടായ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും, 100 രൂപ തന്നെ കിട്ടും. ശരിയല്ലേ? ഇതാണ് പറയുന്നത് എന്ത്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്താണ്, ഫിക്സഡ് ആയിട്ടിരിക്കും. ഇവിടെ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും, ആ ഒരു 100 എന്ന രീതിയിൽ ഫിക്സഡ് ആയിട്ടിരിക്കും. എന്നാൽ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ഇപ്പം നമുക്കിപ്പം 100 ഇതിൻ്റെ കേസിൽ 10 ആണെങ്കിൽ നമ്മൾ ഇനി 1000ൻ്റെ കേസിലോട്ട് പോവുകയാണ്. 1000ൻ്റെ കേസിലോട്ട് പോകുമ്പം എന്താണ്, ഇവിടെ 1 രൂപ എന്ന് വരും. ശരിയല്ലേ? അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, റിമെയിൻസ് ഫിക്സഡ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സഡ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെർ യൂണിറ്റ് എന്ന വാക്കാണ്. അതുപോലെ ഇതിന് പകരം നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. വേരിയബിൾ കോസ്റ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് റിമെയിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്, റിമെയിൻസ് ഫിക്സഡ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗുഡ്സ് പർച്ചേസ് ₹1 lakh, സെയിൽസ് ₹90,000, മാർജിൻ ഓഫ് പ്രോഫിറ്റ് 20% ഓൺ കോസ്റ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഓപ്ഷൻ എ 20,000, ഓപ്ഷൻ ബി 10,000, ഓപ്ഷൻ സി 25,000, ഓപ്ഷൻ ഡി 72,000. ഈ ഒരു ക്വസ്റ്റ്യൻ CACB എക്സാമിന് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഗുഡ്സ് പർച്ചേസ് ചെയ്ത് 1 ലക്ഷം വന്ന് തന്നിട്ടുണ്ട്, സെയിൽസ് 90,000, മാർജിൻ ഓഫ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസറിലോട്ട് പോവുക. നമുക്കറിയാം പ്രോഫിറ്റ് ഓൺ സെയിൽസ് എത്രയാണ്, പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്
20%. 20% എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ്? 1/5 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം വേറെ എന്ത് കൂടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്? നമ്മുടെ പ്രോഫിറ്റ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നു. ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നുള്ള ആദ്യമേ ഇവിടെ എന്ത് എഴുതും? പർച്ചേസ് എഴുതും അല്ലേ? പർച്ചേസ് എത്രയാണ്? 1,00,000 രൂപ. 1,00,000 രൂപ നമ്മളിവിടെ എഴുതുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സെല്ലാണ് എഴുതുക. സെയിൽസ് എത്രയാണ്? 90,000 എന്നും തന്നിട്ടുണ്ട്. 90,000 എന്നും തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കോസ്റ്റിന്റെ 20%. കോസ്റ്റിന്റെ 20%. അപ്പൊ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഒരു കേസ് നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കും? ഈ ഒരു കോസ്റ്റിന്റെ 1/5 എന്ന് പറയുന്നത് സെയിൽസിന്റെ 1/6 ആയിരിക്കും. എത്രയാണ്? കോസ്റ്റിന്റെ 20% എന്ന് പറയുന്നത് സെയിൽസിന്റെ 1/6 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സെയിൽസിന്റെ 1/6 കാണുക. ഈ 90,000ന്റെ 1/6 കാണുക. എത്ര വരും ആൻസർ? 15,000 വരും അല്ലേ? 90,000ന് നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് മേടിക്കാമെന്ന് നോക്കാം. 15,000 എന്ന് കിട്ടും. ആ 15,000 രൂപയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ആദ്യമേ ട്രേഡിംഗ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 1,15,000, ഇവിടെ 90,000. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ ഒരു എമൗണ്ട് 2 സൈഡിലും എഴുതൂ അല്ലേ? അപ്പൊ ഇവിടെ 1,15,000 ഉണ്ട്. ആ 15,000ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഒരു എമൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അതായത് ഈ ഒരു 1,15,000 നിന്നും 90,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 25,000 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് CACB എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? അപ്പം ഇനിയുള്ള ദിവസം കൊണ്ട് ഒരു കംപ്ലീറ്റ് റിവിഷൻ നടത്തി നമുക്ക്, അതായത് കംപ്ലീറ്റ് പോർഷൻസ് സിലബസ് പഠിച്ചു പോകുവാനുള്ള സമയം നമുക്ക് ഇനിയില്ല. ഇനി നമ്മുടെ കയ്യിലുള്ളത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ PYQ കൃത്യമായി അനലൈസ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, PYQ ക്വസ്റ്റ്യൻസ് ഇനി പഠിച്ചുകൊണ്ട് കാര്യമുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ആൻസർ എന്തുകൊണ്ട് ആ ഒരു ആൻസർ വന്നു, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം മാർക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതുപോലെ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടും ഒരു കട്ട് ഓഫ് കടന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത നിരാശരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അതുമായി റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ തവണ എക്സാമിനൊക്കെ മാക്സിമം മാർക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, നമ്മുടെ സെക്രട്ടറിയുടെ എക്സാമിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതിയോ എന്നൊക്കെ നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എഴുതിയ ആളുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു കട്ട് ഓഫ് വന്നത്. പക്ഷേ ക്ലർക്കിൻ്റെ എക്സാമിന് എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങളെപ്പോലെ നന്നായി പഠിച്ചിട്ട് പോയി എഴുതുന്ന ആളുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർന്നു വരുവാനായിട്ടാണ് ചാൻസ്. അതുകൊണ്ട് ആ ഒരു കട്ട് ഓഫ് മറികടക്കണമെങ്കിൽ നമുക്കിനി വേണ്ടത് എന്താണ്? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ CBയുടെ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നമ്മൾ 10 ദിവസങ്ങൾ 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ തന്നെയുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫാക്റ്റുകൾ മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങളുടെ ഫാക്കൽറ്റി സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകുവാനായിട്ട് പറ്റും. നമുക്ക് ദിവസവും 2 മണിക്കൂറാണ് ലൈവ് ക്ലാസ്സുകളുള്ളത്. നമുക്ക് 10 ദിവസം 2 മണിക്കൂർ വെച്ച് 20 മണിക്കൂർ ക്ലാസ്സുകളുണ്ട്. ഈ ഒരു 20 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ടീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ ഒരു കോഴ്സിലോട്ട് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അല്ലെങ്കിൽ നമ്മൾ താഴെ ഗൂഗിൾ ഫോം കൊടുക്കാം. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഒട്ടും സമയം കളയരുത്. നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് ഈ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലി മേടിക്കേണ്ടതാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അസറ്റ്സ് ആർ ഹെൽഡ് ഇൻ ദി ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ്. ഒരു ബിസിനസ്സിൽ അസറ്റ് ഹെൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ റീസെയിൽ, ഓപ്ഷൻ ബി കൺവേർഷൻ ഇൻ ടു ക്യാഷ്, ഓപ്ഷൻ സി ഏണിംഗ് റവന്യൂ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു ഫർണിച്ചറിന് ഉദാഹരണമായിട്ട് എടുക്കാം അല്ലേ? ഫർണിച്ചറിന് ഉദാഹരണമായി എടുക്കുന്നു. ഒരു ഫർണിച്ചർ മാനുഫാക്ചറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പിനെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഗുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യാം, അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കേസിൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടില്ല. പകരം എന്താണ്, അസറ്റ് എന്തിനാണ് ഒരു ബിസിനസ്സിൽ ഹെൽഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ആൻസർ എന്താണ്? ഏണിംഗ് റവന്യൂ. നമ്മളൊരു മിഷനറി വാങ്ങുന്നു, അതുപോലെ തന്നെ ഒരു പ്ലാന്റ് വാങ്ങുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ മാക്സിമം റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ഒരു ഫർണിച്ചർ കമ്പനി നടത്തുന്ന ആളെ സംബന്ധിച്ച് ഫർണിച്ചർ എന്ന് പറയുന്ന ഗുഡ്സ് എന്താണ്? ഫർണിച്ചർ എന്ന് പറയുന്നത് അവർക്ക് ഗുഡ്സ് ആണ്. അതുപോലെ ഒരു മെഷീനറി ഉണ്ടാക്കുന്ന കമ്പനി, അവരെ സംബന്ധിച്ച് മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? അവർക്കത് ഗുഡ്സ് ആണ്. ആ ഒരു കേസിൽ നമുക്ക് കൺവേർഷൻ ഇൻ ടു ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഏണിംഗ് റവന്യൂ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് റേഷ്യോ. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ഡി ടേൺ ഓവർ റേഷ്യോ. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അവൻ ശരി ഉത്തരം ഞങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ CSEB എക്സാം 160 ചോദ്യങ്ങളിൽ നിന്ന് 100 ചോദ്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ പൊതുവെ എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, സാറേ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, സമയം തികഞ്ഞില്ല എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പുതിയ പാറ്റേൺ പ്രകാരം നമ്മുടെ പുതിയ സിലബസായി, അതായത് കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഒരു എക്സാം എഴുതി നോക്കിയാലോ? നമുക്ക് കറക്റ്റ് സമയം മാനേജ് ചെയ്തുകൊണ്ട് ഈ ഒരു സിലബസിൻ്റെ കംപ്ലീറ്റ് ഏരിയയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു മോക്ക് എക്സാം എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു മോക്ക് എക്സാം എഴുതുക. എക്സാം വരുന്നത് ജൂലൈ 18 മുതൽ 21 വരെയാണ്. ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു എക്സാം വരിക. പുതിയ ഇതനുസരിച്ച് അക്കൗണ്ടൻസിക്ക് 20 മാർക്ക്, ബാങ്കിങ്ങിൻ്റെ 20 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ 15 ചോദ്യങ്ങൾ, കോർപ്പറേറ്റീവ് ലോയുടെ 15 ചോദ്യങ്ങൾ, GK ഇംഗ്ലീഷ് മാത്സ് നമുക്ക് 30 ചോദ്യങ്ങൾ അല്ലേ? ഈ ഒരു പാറ്റേണിൽ നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ, ബാങ്കിങ്ങിൻ്റെ ഒക്കെ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ പരിചയപ്പെടുവാനായിട്ടും ആ ഒരു ചോദ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാനായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വരുത്തുവാനായിട്ട് നമുക്ക് ഈ ഒരു മോക്ക് എക്സാം വഴി സാധ്യമാവുന്നതാണ്. അപ്പം ഈ ഒരു മോക്ക് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഞങ്ങൾ എന്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് പറ്റും. നമ്മുടെ മോക്ക് എക്സാം വരുന്നത് ജൂലൈ 18 മുതൽ 21 വരെയാണ്. ഈ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് ടൈം മാനേജ് ചെയ്ത് മാത്സിന് എത്ര സമയം വേണം, അതുപോലെ 20 ചോദ്യങ്ങൾ അക്കൗണ്ടൻസിയുടെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണം, ഈ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ CSEB എക്സാമിൽ നമുക്ക് സമയം തികഞ്ഞില്ല എന്നുള്ള പരാതി ആർക്കും ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്